ഈ വാദസംബന്ധമായിട്ടുള്ള വേദനകളൊക്കെ വരത്തില്ല. നമുക്കിപ്പോൾ ഈ തണുപ്പ് കാലമല്ല വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലത്തൊക്കെ അമ്മമാർക്ക് മുട്ടുവേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ കാലിൽ ഉപ്പൂറ്റി വേദനയൊക്കെ ഉണ്ടാവത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ നിങ്ങൾ എണ്ണ ഉണ്ടാക്കിയിട്ട് കുറച്ച് സൂക്ഷിച്ചൊക്കെ വയ്ക്കുകയാണെങ്കിൽ വേദന വരുമ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേദനയുള്ള ഭാഗത്ത് വച്ചു കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം തൂത്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്തെടുക്കുക. അപ്പം ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1-2 ചുളയല്ല അല്ലി വെളുത്തുള്ളി. അപ്പോൾ നിങ്ങളൊരു 50 ml വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 50 ml വെളിച്ചെണ്ണയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുക്കണം കേട്ടോ. തൊലി അരിഞ്ഞ് മാറ്റി വയ്ക്കണേ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 സ്പൂണോളം കടുക്. ഈ കടുക് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒരു അമ്മിയിലൊക്കെ ഓരലിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചതച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് വരും. അപ്പം ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണേ. ഈ പൊടിച്ചെടുത്തിട്ട് നിങ്ങൾ എണ്ണ ഉണ്ടാക്കാനെടുക്കുന്ന പാത്രത്തിലേക്ക് ഈ പൊടി ഇതുപോലെ അങ്ങോട്ട് വാരി അങ്ങ് കൊട്ടിയെടുത്തോ കേട്ടോ. കൊട്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാവേ. എന്നിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചതയ്ക്കണേ. ചതച്ചിട്ട് നമുക്ക് ഈ ഒരു കടുക് പൊടിച്ച് വെച്ചേക്കണതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ ഈ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ കടുകാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും വേദന സംഹാരമായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. നമുക്ക് തലവേദനയ്ക്കൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ മുട്ടുവേദനയ്ക്കൊക്കെ ആണെങ്കിലും വെറുതെ ആണെങ്കിലും അരച്ച് പുരട്ടാൻ നല്ലതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ കേട്ടില്ലേ, നമ്മൾ ഈ കടികെണ്ണാന്നൊക്കെ കേട്ടില്ലേ, വേദന തൈലമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പം ഇതുപോലെ നിങ്ങൾ എണ്ണ ഉണ്ടാക്കിയെടുത്ത് വയ്ക്കാൻ നല്ലതാണ്. അപ്പം കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ എരിക്കിൻ്റെ ഇല എപ്പോഴൊക്കെ ഒന്നും കിട്ടണമെന്നില്ല. മിക്കവരുടെയൊക്കെ പറമ്പിൽ അവിടെയൊക്കെ നിൽക്കുന്ന കാണാമെങ്കിലും നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, കിട്ടണമെന്നില്ല. അപ്പം എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എണ്ണ ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഇരിക്കും കേട്ടോ. അപ്പം ഒരു 1/2 സ്പൂണോളം കടുകും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒരു ഇല എരിക്കിൻ്റെ ഇലയും കൂടി നിങ്ങൾ അരിഞ്ഞിടണം. അരിഞ്ഞിട്ടിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വാട്ടി കൊടുക്കാം. ഒരു ചെറിയ ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് മുട്ടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് നല്ലതാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഭാഗത്ത്, മുട്ടിൻ്റെ ഭാഗത്തല്ല, ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കണ്ണങ്കാലിലോ എവിടെയൊക്കെയാണ് വേദന എങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വാട്ടിയിട്ട് വേദന ഉള്ളപ്പോൾ മുട്ടിൻ്റെ മുകളിലാണെങ്കിൽ ചെറുതായിട്ട് വാട്ടുമ്പോൾ ചെറിയൊരു കുഞ്ഞു ചൂടുണ്ടാവില്ലേ, ചൂടുണ്ടാകുമ്പം ഈ എരിക്കിൻ്റെയൊക്കെ ആ ഒരു സത്തെല്ലാം കൂടി ഈ എണ്ണയിലേക്ക് പിടിച്ചിട്ടുണ്ടാകും. ഇത് ചെറുതായിട്ട് ചൂടാക്കിയത് മുട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം. പരത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാ സത്തുകളും നമുക്ക് മുട്ടയിലേക്ക് വലിയും. വേദനയുള്ള ഭാഗത്തേക്ക് വലിഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് വേദനകൾ പെട്ടെന്ന് മാറും ചെയ്യും. വാദത്തിൻ്റെതായ വേദനകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എണ്ണയായിട്ട് ഉപയോഗിക്കാം. പിന്നെ സാധാ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ എന്തെങ്കിലും നല്ലെണ്ണയോ നമുക്കിങ്ങനെ ഈ എരിക്കിൻ്റെ ഇലയിലേക്ക് തൂത്ത് കൊടുത്തിട്ട് ആ തൂത്ത് കൊടുത്തേക്കുന്ന ഇല ചെറുതായിട്ടൊന്ന് ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇല വാട്ടിയിട്ട് ചെറു ചൂടിനോടെ തന്നെ നമുക്ക് ആ വേദനയുള്ള ഭാഗത്ത് വച്ച് കൊടുക്കുകയാണെങ്കിലും വാദസംബന്ധമായിട്ടുള്ള വേദനകളും ഒക്കെ മാറാനായിട്ട് നല്ലതാണ്. അതല്ലാണ്ട് നിങ്ങളൊരു 50 ml വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ കടുക് പൊടിച്ചതും വെളുത്തുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു ചട്ടിയിലേക്ക് ഇട്ട് നിങ്ങൾ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഇല നല്ല ബ്രൗൺ കളറാകുമ്പം കോരി മാറ്റുവാണെങ്കിൽ നമുക്ക് എണ്ണ നല്ല കാച്ചിയ രീതിയിൽ തന്നെയുള്ളത് വെളിച്ചെണ്ണ കിട്ടും. ഈ എണ്ണ ചെറുതായിട്ട് നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്ത് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള വേദനകളും ഉപ്പൂറ്റി വേദനയും ഒക്കെ മാറി കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ.